വെൽക്കം ബാക്ക് ടു വെഡഡ് സ്നീക്കേഴ്സ്. നമുക്ക് ഈ സ്നീക്കേഴ്സിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. റെഡ് ആൻഡ് ഗോൾഡ് തീമിലാണ് ഈ ഒരു സ്നീക്കേഴ്സ് ഇവിടെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. എന്നോട് കസ്റ്റമർ പറഞ്ഞ ഏക ഒരു റെഫറൻസ് എന്ന് വെച്ചാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡിൽ ഗോൾഡൻ വർക്ക് കൊണ്ടൊന്ന് ഫിനിഷ് ആക്കി എടുക്കണം. സ്നീക്കേഴ്സ് നോക്കുമ്പോഴത്തേക്കും നല്ല ബ്രൈറ്റ് ആയിട്ട് റെഡും ഗോൾഡും കൊണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കണം. ഈ ഒരു റെഫറൻസാണ് തന്നിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഫെൻഡി മെറ്റീരിയലാണ് എടുക്കുന്നത്. ഫെൻഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മറ്റേ വെൽവെറ്റ് ഓർഗൻസ പോലെ ഇങ്ങനെ ഫ്ലോയിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതിൽ ഞാൻ ഗോൾഡൻ കട്ട് ബീഡ് കൊണ്ടിട്ട് ഫ്ലവേഴ്സിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സർദോസി വെച്ച് ചെയ്യാൻ പറ്റും, കട്ട് ബീഡ് കൊണ്ട് അങ്ങനെ പല ബീഡ്സ് കൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നല്ല ഷൈനിങ് ആയിട്ടുള്ള കുഞ്ഞ് കട്ട് ബീഡ് കൊണ്ടാണ് ഇവിടെ ഈ സ്റ്റെമ്മ് പോലെ തുന്നിക്കൊടുത്തത്. അതിനുശേഷം നമുക്കിവിടെ ബീഡ്സും കുന്തൻ സ്റ്റോണും വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഓരോ കുന്തൻ സ്റ്റോൺ എടുത്തിട്ട് നമുക്കിങ്ങനെ പെറ്റൽസ് പോലെ അറേഞ്ച് ചെയ്ത് ഇതിനൊരു ഫ്ലവറായിട്ട് എടുക്കാം. ഗമ്മ് കയ്യിലൊട്ടുന്നതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് വേണം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിതിന് അടുത്തായിട്ട് കുറച്ച് ലീവ്സൊക്കെ തുന്നിക്കൊടുക്കാനാണ് പ്ലാന്. ലീവ്സ് കട്ട് ബീഡ് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഫ്ലവേഴ്സൊക്കെ നന്നായിട്ടൊന്ന് സെറ്റ് ആയതിനു ശേഷമാണ് ലീവ്സ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് ഈ ഗമ്മ് പെട്ടെന്ന് ഒട്ടും, നമുക്കതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അടുത്തതായിട്ട് നമുക്ക് ഈ കട്ട് ബീഡ് ഇങ്ങനെ സൂചിയിൽ കോർത്തെടുത്തിട്ട് ലീവ്സ് ചെയ്ത് കൊടുക്കാം. ഓരോ സ്റ്റെമ്മിലും 2-3 ലീവ്സ്, അതിൻ്റെ സ്പേസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഡിസൈൻ വരച്ചൊന്നുമല്ല ചെയ്തത്, എനിക്ക് പെട്ടെന്ന് തോന്നിയതായി ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്തത്. ഈ ഫെൻഡി മെറ്റീരിയലിന് അധികം തിക്നെസ് ഒന്നുമില്ല, അപ്പോൾ അതിന് നമുക്ക് വൈറ്റ് ഷൂസിൽ ഇത് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും അത്ര ഒരു നല്ലൊരു റെഡ് ഷെയ്ഡായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സ്നീക്കേഴ്സിൽ ആദ്യം ഒരു സാറ്റേണിൻ്റെ റെഡ് കളർ സാറ്റേണിൻ്റെ മെറ്റീരിയൽ കൊണ്ട് ഒരു കവറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്തോട്ടാണ് ഇനി ഈ ഒരു മെറ്റീരിയൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ലീവ്സ് ഏതാണ്ടൊക്കെ എത്രയാണോ വേണ്ടത് അതനുസരിച്ചൊന്ന് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം സ്നീക്കേഴ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു ഫ്ലവർ ചെയ്യാം. റൗണ്ട് ഷേപ്പിലൊരു ഫ്ലവറാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ബീഡ്സ് കൊണ്ട് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ബാക്കി ഭാഗം സ്വീക്കൻസും കട്ട് ബീഡും കൊണ്ട് ചെയ്യണം. കട്ട് ബീഡ് ഇങ്ങനെ കൊടുത്തെടുത്തതിന് ഈ റൗണ്ട് എൻഡ് ചെയ്യുന്ന ഭാഗത്തായിട്ട് ഓരോ സീക്വൻസും കൊടുത്ത് ആണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. കുറച്ച് കട്ട് ബീഡൊക്കെ തുന്നിയെടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഈ ക്ലോത്തൊക്കെ നമുക്ക് സ്നീക്കേഴ്സിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഗം ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതിന് ശേഷം ഈ സ്നീക്കേഴ്സിന് നല്ലൊരു ബോർഡർ കൊടുക്കണം. ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഗോൾഡൻ കളറിൽ നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേസാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഗമ്മ് തേച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അത് ഒരു 3-4 മിനിറ്റ് കൊണ്ട് സെറ്റാകും. പിന്നെ പെട്ടെന്നൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്നീക്കേഴ്സിൻ്റെ വേറെ ഇങ്ങനെയുള്ള ബോർഡേഴ്സ് ഉണ്ടല്ലോ, ഇവിടെയും എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്താൽ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെയും 2 ടൈപ്പ് ലേസും റോപ്പും കൊണ്ടാണ് ഇവിടെ ഒന്ന് ഫിനിഷ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് പിന്നെ ഇതെല്ലാം ഒന്ന് സെറ്റായോ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയായിട്ട് കുറച്ച് ഒരു പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ലേസ് കൊണ്ട് ഒരു സ്നീക്കേഴ്സിന് ഇങ്ങനെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് അവിടെ ഞാനിങ്ങനെ സീക്വൻസ് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ സീക്വൻസ് ആയിട്ട് എടുത്ത് നല്ല ഷൈനിങ് ഉള്ള ഒരു സീക്വൻസാണ്. ഈ സീക്വൻസ് ഓരോന്നായിട്ട് എടുത്ത് ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു സീക്വൻസ് ഗമ്മുമായിട്ടൊന്ന് സെറ്റ് ആയതിനു ശേഷമേ നമുക്ക് അടുത്ത സ്നീക്കേഴ്സ് അതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം വെച്ച സ്നീക്കേഴ്സ് കൂടെ ഇളകിപ്പോവും. അപ്പോൾ ഇത് നല്ല ടൈം എടുത്തേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ചെയ്ത് വന്നിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സീക്വൻസ് കൊണ്ടിട്ടുള്ള വർക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു പെയർ സ്നീക്കേഴ്സ് ഞാൻ ആദ്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ അടുത്തത് ചെയ്യാൻ തുടങ്ങുള്ളൂ. അതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഒരു സ്നീക്കേഴ്സിൻ്റെ വർക്ക് ഫുള്ള് ചെയ്തതിന് ശേഷം മാത്രമാണ് അടുത്തതിലോട്ട് വരുന്നത്. അപ്പോൾ ഈ സീക്വൻസ് കൊണ്ടുള്ള വർക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഈ വർക്കൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് പിന്നെ ഈ ഷൂസിൻ്റെ ലേസ് കെട്ടണം. പക്ഷേ ലേസ് കെട്ടണ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ലേസ് നമുക്ക് ഈ ലേസ് ഷൂസിന് ഓൾറെഡി ഒരു ലേസ് കാണുമല്ലോ, അത് മാറ്റിയതിന് ശേഷം ഗോൾഡൻ കളർ ഒരു ലേസാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ തുമ്പിലായിട്ട് ചെറുതായിട്ട് ഈ മെറ്റീരിയൽ കൊണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സീക്വൻസ് എല്ലാം ചെയ്തതിന് ശേഷം ഇനി ഈ ഒരു പോർഷനിൽ നമ്മൾ കട്ട് ബീഡ് കൊണ്ട് വീണ്ടും ഒരു ഡിസൈൻ ചെയ്യാണ്. ഇത് എന്ത് ഡിസൈനാണെന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയാണ്. ഇങ്ങനെ സിക്സാക്ക് എന്നൊക്കെ പറയാൻ പറ്റുമെന്തോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കട്ട് ബീഡ് കൊണ്ടിട്ട് ഇങ്ങനെ
ഇങ്ങനെ തുന്നി കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ പോയിന്റ് തൊട്ട് എൻഡ് ചെയ്യണ പോയിന്റ് വരെ എത്ര ലെങ്ത് വേണം എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് കട്ട് ബീഡൊക്കെ പിന്നെ കൊരുത്തെടുത്തിട്ട് സൂചി മേലെ കൊരുത്തെടുത്തിട്ട് അതിങ്ങനെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒന്ന് ഗമ്മും കൂടെ വെച്ചിട്ട് സെറ്റാക്കുന്നുണ്ട്, ഒന്നും കൂടെ സെക്യൂർ ആവാൻ വേണ്ടിയിട്ട്. തുന്നി കൊടുത്തതിന് ശേഷം ഇത് ഈ സ്നീക്കേഴ്സിൻ്റെ പുറകു വശം വരെ ഇങ്ങനെ ഈ ഒരു വർക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഓൾറെഡി അപ്പുറത്തെ സൈഡ് നമ്മൾ ഫ്ലവേഴ്സും ലീഫൊക്കെ വെച്ചിട്ടൊരു വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ, ഈ സൈഡ് നമ്മൾ ഈ ഒരു വർക്കാണ് കൊടുക്കേണ്ടത്. ഈ വർക്ക് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഞാനിതിൻ്റെ ഇപ്പം നമ്മൾ ഈ തുന്നി കൊടുക്കുന്ന ഈ ഓരോ ലൈൻസിൻ്റെ സൈഡിലായിട്ട് ഗോൾഡൻ സ്റ്റോൺ ചെയിനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഈ കട്ട് ബീഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും സ്റ്റോൺ ചെയിൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർക്ക് നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു റെഡ് ഗ്യാപ്പും കൂടെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് എന്ന് നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ സ്നീക്കേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യുക. പിന്നെ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റും ചെയ്യുക കേട്ടോ. കട്ട് ബീഡ് കൊണ്ടുള്ള ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്നീക്കേഴ്സിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഫ്ലവർ ചെയ്തില്ലേ, ആ ഫ്ലവറിന് ഒരു സ്റ്റെമ്മും 2-3 ലീഫും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആദ്യമേ ചെയ്യാനുള്ളതായിരുന്നു, ഞാനത് വിട്ടുപോയി. അതുകൊണ്ട് സ്നീക്കേഴ്സിൽ ക്ലോത്തൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ആ വർക്ക് ചെയ്തത്. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഗ്യാപ്പിൽ ഗോൾഡൻ സ്റ്റോൺ വെച്ചിട്ട് ഇങ്ങനെ ഫ്ലവർ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബോർഡറിലായിട്ട് കുന്തൻ സ്റ്റോണും വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിൽ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ.